ഏവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിങ്ങിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് ടാരോ റീഡിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട ശിവഭഗവാൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഫോട്ടോസ് വച്ചിട്ടുണ്ട്. ഈ 3 ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇത് വളരെ അർജൻറ്റായിട്ടൊരു മെസ്സേജ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുന്ന സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസൊനേറ്റ് ആവുന്നുണ്ടാവുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് കേട്ടോ. അതായത് വീഡിയോ ചെയ്തിരിക്കുന്ന സമയമോ മാസമോ ഒന്നും പ്രശ്നമല്ല. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ അട്രാക്റ്റഡ് ആവുന്നു ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മനസ്സിലൊരു കാര്യം ഓർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുക, ശേഷം കണ്ണടച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഒന്നോ അതിലധികം ഫോട്ടോ സെലക്ട് ചെയ്യുക. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോ റീഡിംഗ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തൊരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അല്ലെങ്കിൽ റെസൊനേറ്റ് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണെന്നുള്ള രീതിയിൽ വിട്ടാൽ മതി. ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജെങ്കിലും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനും ഹാപ്പിയാണ്. അത് മാത്രമാണ് ഈ ഒരു വീഡിയോ കളക്റ്റീവ് റീഡിംഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ട സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എനർജിയാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്ലാനറ്റ്, ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും അവനവൻ്റെ അബൻഡൻസിലേക്ക് അല്ലെങ്കിൽ അവനവൻ്റെ ആ ഒരു അബൻഡൻസ് ലൈഫിലെ പല ബ്ലെസ്സിങ്സും അനുഭവിക്കാനുള്ള ഒരു അവകാശം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലവ്, അറ്റൻഷൻ, സക്സസ്, റെസ്പെക്റ്റ് ഇതെല്ലാം നിങ്ങളുടെ ജന്മ അവകാശം തന്നെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് പുറത്തുനിന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും തേടി വരുത്തിയെടുക്കേണ്ടതല്ല, അതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു സന്ദേശമാണ് ഭഗവാൻ തരുന്നത്. അതിനെയൊക്കെ തേടിയിട്ട് പോവുകയാണ്, ലവ് തേടിയിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് സഫറിങ്സ് ഉണ്ടാവുന്നുണ്ട്. സോ അറ്റൻഷൻ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അറ്റൻഷൻ സീക്കർ ആണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവനവൻ്റെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വിജയം നമ്മളെപ്പോഴും മറ്റുള്ള ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, നിങ്ങൾക്ക് സക്സസ്, വിജയം നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യം തന്നെയാണ്, നിങ്ങളുടെ ജന്മാവകാശമാണ്. അത് നേടിയെടുക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു സോളിൽ അത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിനറിയാം കൃത്യമായിട്ട്. പക്ഷേ അതിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആ വഴിയിൽ കൂടി തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മായ നിങ്ങളെ കീഴ്പ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആൾക്കാരുടെ വാക്കുകൾ അതുതന്നെയാണ് മായ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളെ തളർത്തിയേക്കാം. അപ്പോൾ അതിലൊന്നും കുടുങ്ങി പോവാതിരിക്കുക. പിന്നെ റെസ്പെക്റ്റ്, സെൽഫ് റെസ്പെക്റ്റ് അവനവനോട് കാണിക്കേണ്ടതാണ്. നമ്മൾ റെസ്പെക്റ്റ് പുറമേ നിന്ന് വേണമെന്നും ആഗ്രഹിക്കുന്നു, പക്ഷേ ആദ്യം റെസ്പെക്റ്റ് നമ്മൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന റെസ്പെക്റ്റ് പുറമേ നിന്നുള്ള ലഭിക്കുന്നുള്ളൂ സന്ദേശമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ തീർച്ചയായിട്ടും പ്രകാശിക്കാനുള്ള അവകാശം, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് യൂണിവേഴ്സൽ ഗിഫ്റ്റാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ഒരുപാട് അലഞ്ഞു നടക്കുന്നു. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഉള്ളിലാണ് അത് അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ കസ്തൂരി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം തേടിയിട്ടാണ് പുറമേ അലയുന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ അതിനെ തിരിച്ചറിയണമെങ്കിൽ കുറച്ച് ആ ഒരു ആന്തരിക ജ്ഞാനത്തിലേക്ക്, ആ ഒരു ഇന്നർ നോളജ്, ഇന്നർ പീസ്, സെൽഫ് റിഫ്ലക്ഷൻ, അവനവനായിട്ട് കണക്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ള സത്യം മനസ്സിലാക്കുക. പലതരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് നിങ്ങൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ പല പോരായ്മകളും, എനിക്ക് ഇതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ ലോ സെൽഫ് എസ്റ്റീമാണ്. അവനവൻ്റെ ആ ഒരു ശരിയായ ജ്ഞാനത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം. ശ്രദ്ധിക്കുക. ശരിയായി നിങ്ങളുടെ കഴിവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് കഴിവുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ തരുന്നൊരു സന്ദേശം, നിങ്ങളെ തന്നെ എവിടെ നിന്നൊക്കെ ഷീൽഡ് ചെയ്ത് വയ്ക്കുകയാണ്. അതായത് ഒരു പ്രൊട്ടക്റ്റീവായിട്ടൊരു കോട്ട് ധരിച്ചിട്ട്
പേടി കൊണ്ട് മറച്ച് സ്വന്തം കൈകളൊക്കെ ഇങ്ങനെ മറച്ച് വെച്ച് പിടിക്കാറില്ലേ, അപ്പോൾ ആ ഒരു എനർജി, ആ ഒരു ഫീലിങ്സാണ് എനിക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെയോ എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് പേടിയാണ്, ഭയമാണ്, എന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല, എന്നെ സമൂഹം ആക്സെപ്റ്റ് ചെയ്യില്ല, ഈ യൂണിവേഴ്സ് എന്നെ റിജക്റ്റ് ചെയ്യും, അപ്പോൾ എൻ്റെ കഴിവുകൾ പുറത്തോട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടും, അപ്പോൾ എന്നെക്കാട്ടും കഴിവ് കൂടിയ ആൾക്കാരുണ്ട്, അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒന്നുമല്ല എന്നുള്ളൊരു ഒരുപാട് തോന്നലുകളിൽ അവനവൻ്റെ കഴിവ് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇത് എത്ര പേർക്ക് റെസൊണേറ്റ് ആവുന്നതെന്ന് അറിയില്ല. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നെങ്കിൽ ആ ഒരു തരത്തിലെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആ ഒരു സെൽഫ് എസ്റ്റീമിലേക്കാണ് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവനവൻ്റെ കഴിവിനെ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ആരാണെന്നുള്ളൊരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ലൈഫ് പർപ്പസ് ഉണ്ടാവും. നിങ്ങൾ അനുകരിക്കാതിരിക്കുക. മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് മാത്രമാണ് ശരി, അങ്ങനെയുള്ള ചിന്താഗതികളിൽ കുടുങ്ങിപ്പോവാതിരിക്കുക. എൻ്റെ കഴിവ് അത് യുണീക്കായിട്ടുള്ള കഴിവാണ്, നിങ്ങൾക്ക് മാത്രമുള്ള കഴിവാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അതിനകത്ത് ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കുന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഫിയറാണ്. നമ്മളെ നമ്മളല്ലാതാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് സെൽഫ് എസ്റ്റീം, ഫിയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വോയിസ് അത് പുറമെ കേൾക്കട്ടെ. ഓക്കെ, നിങ്ങളത് അർഹിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും എനിക്ക് തരുന്ന കാർഡുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ അർഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു ഫിയർ കൊണ്ട് നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരുന്നില്ല. സോ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ പറ്റില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പുറപ്പെടുക. അത് ഏതൊരു കാര്യത്തിലായാലും, ചിലർക്ക് ഇമോഷണൽ ബാലൻസ് ആയിരിക്കാം, ചിലർക്ക് ഫിനാൻഷ്യലായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തുന്നതിലായിരിക്കും, ഫിനാൻഷ്യലായിട്ടുള്ള ബാലൻസിലേക്ക് എത്തുന്നതായിരിക്കാം. സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ചിട്ട് ഈ ഒരു സമയം നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഈ ഒരു ഫിയറിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. അതെന്ത് ഫിയർ തന്നെ ആയിക്കോട്ടെ. സോ ചിലർക്ക് ചില ആൾക്കാരെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ അവനവനെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഫിയർ ആയിരിക്കാം. സോ എന്ത് ഫിയർ തന്നെ ആയിക്കോട്ടെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു മൊമെൻറ്റ് നിങ്ങൾ ഈ ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുക. അവനവൻ്റെ ആ ഒരു നെഞ്ചിൽ കൈവച്ച്, അല്ലെങ്കിൽ ഹാർട്ട് ചക്രയിൽ കണക്ട് ചെയ്തിട്ട് വിശ്വസിക്കുക, പറയുക, ഐ എം വർതി ഓഫ് ലവ്, സക്സസ് ആൻഡ് റെസ്പെക്ട് ജസ്റ്റ് ലൈക്ക് എനിവൺ എൽസ്. അതായത് എനിക്ക് മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും സക്സസ്, വിജയം, സ്നേഹം, റെസ്പെക്റ്റ് ഇതെല്ലാം ഞാൻ അർഹിക്കുന്നു, എനിക്കതൊക്കെ നേടാനുള്ള അർഹതയുണ്ട്. ഇത് നിങ്ങൾ കൂടെ ഈ ഒരു മന്ത്രം ആവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, മുന്നോട്ടേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ വിജയത്തിൻ്റെ തുടക്കം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെന്തിനാണ് പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എനിക്കല്ല, പ്രപഞ്ചത്തിന് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. സോ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യുക, അവനവൻ്റെ ആ ഒരു ഇന്നർ സെൽഫായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന എല്ലാ ചെയിൻസും, ചങ്ങലകളും പൊട്ടിച്ചെറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ജസ്റ്റ് സറണ്ടർ ആൻഡ് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, ആ ഒരു ലൈഫിൻ്റെ ഫ്ലോ അതനുസരിച്ചിട്ട് അങ്ങനെ ജീവിതം പോയിക്കോട്ടെ എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവാം, വേദന ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുള്ളൊരു തോന്നൽ ഉണ്ടായേക്കാം. പക്ഷേ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തടഞ്ഞു നിർത്താതിരിക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയും. എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ എന്തിനെയാണ് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? റിലീസ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കോട്ടെ. നമുക്കറിയാമല്ലോ, കാലചക്രം തിരിയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് കാലങ്ങളെയും അതിജീവിച്ച ഭഗവാനാണ് മഹാദേവൻ, അല്ലെങ്കിൽ കാലഭൈരവൻ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ. അപ്പോൾ ആ ഒരു കാലത്തിനനുസരിച്ചിട്ട് നിങ്ങളങ്ങനെ പോവുക. ജനനം, മരണം, അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ജീവിതം, അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ജീവിതത്തിലെ നാടകം പോലെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ ഇതിനൊക്കെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ
ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കും ഇല്ല. ആ സമയത്ത് നമ്മൾ പെയിൻ ഉണ്ടാവും, നമുക്ക് വേദന ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വേദന ഉണ്ടാവും. അതൊക്കെ മായയാണെന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിങ്ങനെ സാധിക്കും, ഇവളിങ്ങനെ പറയുന്നുണ്ടല്ലോ മായ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് മായ, നമ്മളതിനെങ്ങനെ തിരിച്ചറിയുന്നൊക്കെ ചിന്തിക്കും. അതായത് ടൈം ആൻഡ് സ്പേസ്, അതാണ് മായ. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കും കാലം ഇങ്ങനെ പോവാണ്, അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കുട്ടിക്കാലം, വളർന്നു വന്ന സാഹചര്യം, മേ ബി നിങ്ങൾക്കറിയാവുന്ന ഒരാൾ, ആ വ്യക്തിയുടെ മരിക്കണ സമയം, അങ്ങനെ പോവാണ് കാലം. അപ്പം അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, ചില കാര്യങ്ങൾ നാടകം പോലെയൊക്കെ തോന്നുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ് അങ്ങനെ പോവാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേണിയാണെന്ന് മനസ്സിലാക്കുക. സോ മുന്നോട്ടേക്ക് പോവുക, പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഓരോ മൊമെൻറ്റും നിങ്ങൾ കടന്നിട്ട് ഓരോ മൊമെൻറ്റും പോവുകയാണ്. ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾക്കിനി തിരിച്ച് കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് വിഷമിച്ചിരിക്കേണ്ട സമയമല്ല. കാരണം ഇങ്ങനെ പോവാണ് ജീവിതം അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് നമുക്ക് മിസ്സാവുന്നുണ്ട്. സോ ജീവിതത്തിൽ ചില പർപ്പസ് ഉണ്ട് നിങ്ങൾക്ക്. ഈ ഒരു ജീവിതം അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ വന്നതിന് കൃത്യമായിട്ടൊരു ഉദ്ദേശമുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ വെറുതെ വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ഇരുന്നതിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ചിന്തിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്കിനി വരുന്ന കാർഡുകൾ നോക്കാം. ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങളോട് ചോദിക്കുന്നത്, യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുകയാണ്. എത്ര പ്രാവശ്യം നിങ്ങൾ റീസൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യം ഒരു ചില റീസൺസ് പറയുമ്പോൾ ചില എക്സ്ക്യൂസസ്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല, എന്തുകൊണ്ട് നിങ്ങളുടെ പർപ്പസിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വൈകുന്നു എന്നൊരു ചോദ്യമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഹീലായിട്ടില്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്, എൻ്റെ കർമ്മ ക്ലിയർ ചെയ്യാനുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കർമ്മ എന്താണ്? ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനാണുള്ളത്. കാരണം എനിക്ക് വരുന്ന കാർഡുകൾ മുഴുവൻ ചോദ്യങ്ങളായിട്ടാണ് വരുന്നത്. സോ എനിക്ക് ചോദിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എവിടെയാണ്, ഏത് ലിമിറ്റേഷൻസിലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്? എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ കാർമിക് ലൂപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു മുജ്ജന്മ കർമ്മങ്ങളിൽ നിന്നും മോചനം ലഭിക്കും? തിരിച്ചറിവാണ്, അല്ലെങ്കിൽ ആന്തരിക ജ്ഞാനമാണ്, ഇന്നർ പവറാണ്. ആ ഒരു ശരിയായ ജ്ഞാനം മാത്രമേ നിങ്ങളെ കർമ്മയിൽ നിന്നും മോചിപ്പിക്കുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംതിങ് പുതിയൊരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ പുതിയ കാര്യത്തിന്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എവിടെയോ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, ക്രേവ് ചെയ്യുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ആത്മാവ് കാര്യമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു പുഷ് ആൻഡ് പുൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത്. സോ മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു റിവാർഡ് തീർച്ചയായിട്ടും വരും. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സത്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രപഞ്ചം അധികം വൈകാതെ തന്നെ തരും എന്നുള്ളൊരു മെസ്സേജാണ് കാണുന്നത്. യൂണിവേഴ്സ് ശരിക്കും ഈഗേർലി വെയിറ്റിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു മാറ്റത്തിൽ നിങ്ങളും അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള നോളജ് സമൂഹത്തിന് വേണ്ടിയിട്ട്, പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് വെളിച്ചമാകാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പേടിയും ഭയവും അല്ലെങ്കിൽ മാറ്റത്തിലേക്കുള്ള ഭയവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങുക പതിയെ പതിയെ. എല്ലാം തീർന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ കയ്യിലധികം സമയമില്ല. നിങ്ങൾക്ക് പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് ഉയർത്തിയെടുക്കാൻ പറ്റുന്ന മനുഷ്യരെ നിങ്ങൾക്ക് ഉയർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം സറണ്ടർ ചെയ്യുക. എല്ലാം തീർന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിപ്പോവും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കോട്ടെ, റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. യൂണിവേഴ്സ്, പ്രപഞ്ചം നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സോ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലർക്ക് സ്വപ്നത്തിൽ ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് ലഭിക്കുന്നുണ്ടാവാം. സോ ഈ ഒരു അവസരത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇത് ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, അവസരമാണെന്നുള്ള മനസ്സിലാക്കുക. ഓക്കെ, സോ ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ്. ചുരുക്കം ചിലർക്കുണ്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ളൊരു ഹാർമോണിയസ്
എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾ ഒരുപാട് കർമ്മഫലങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. സോ സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം എൻജോയ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. സറണ്ടർ ചെയ്യുക, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വരുന്ന കാര്യങ്ങൾ വന്നോട്ടെ, പോകുന്ന കാര്യങ്ങൾ പോയിക്കോട്ടെ. ഒന്നിലും ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, എനിക്ക് മെയിൻ ആയിട്ടുള്ള സന്ദേശം ലഭിക്കുന്നത്, ഒന്ന് നിങ്ങൾ മാറ്റിവെക്കൽ നിർത്തിവെക്കുക. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഹൃദയം സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള 2 മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് മെസ്സേജാണ് റെസൊണേറ്റ് ആവാമെന്ന് എനിക്കറിയില്ല. സോ മുഴുവനായിട്ട് കേട്ട് നോക്കാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വന്ന 2 കാർഡുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു സമയം നിങ്ങൾ മാറ്റിവെക്കുന്നൊരു പ്രോസസ്സ്, അതായത് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഭയം കൊണ്ട്, മടി കൊണ്ട് ഒക്കെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയട്ടെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മാറിയിരിക്കുന്നൊരു മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണെന്നാണ് കേൾക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഭയം മാറ്റിവെച്ചിട്ട് ആക്ഷൻ എടുക്കുക. കൃത്യമായിട്ടുള്ളൊരു ഡിവൈൻ ടൈം ഈ ഒരു സമയം വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സമയം ഈ ഒരു ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ പവറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനൊരു ഫുൾഫിൽമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. മുന്നോട്ടേക്ക് പോകുന്നതിൽ ഏതൊരു കാര്യം തടസ്സം ചെയ്യുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഷെയിം, പാസ്റ്റ് പാറ്റേൺസ്, പാസ്റ്റിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കാരണം ഇപ്പോൾ മടി, അലസത അല്ലെങ്കിൽ സ്വയം അവനവനെ ജഡ്ജ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഓൾഡ് പാറ്റേൺ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഭഗവാന് മുമ്പിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. മാറ്റിവെക്കൽ പ്രോസസ്സ് ഇന്ന് തന്നെ അവസാനിപ്പിക്കുക. കാരണം ചിലരെങ്കിലും വിധിയാണ്, ഇതെൻ്റെ വിധിയാണ്, എനിക്ക് വിധിയെ മറികടന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടതാണെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരിക്കലും അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, വിധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ വിധി നമ്മളെ വീണ്ടും വീണ്ടും ഇതേ വിധി തന്നെ അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക, മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ടേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ്. ഭയം നിങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അനുവദിക്കാതിരിക്കുക. ഓരോ മൊമെൻറ്റും നിങ്ങൾ എൻജോയ് ചെയ്യുക. നമുക്ക് റിഗ്രറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരുന്ന സമയം കളയാൻ വേണ്ടിയിട്ട് ഇവിടെ സമയമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പുഷ് ചെയ്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? അപ്പോഴാണ് ഈ മാറ്റിവെക്കൽ പ്രോസസ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ പേടിയാണ്, അലസതയാണ്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ശരീരത്തിന് വയ്യ, അപ്പോൾ നാളെ ആവട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സമയമില്ല എന്നുള്ള സത്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെറിയൊരു ടാസ്ക് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതെന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പതിയെ നിങ്ങളുടെ ഗിൽറ്റ്, ഫിയർ, ഷെയിം ഒക്കെ റിലീസ് ചെയ്തിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ വന്നിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ട് നന്ദിയോടെ ഓർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമങ്ങൾ കൂടി മാറി അത് നല്ല രീതിയിലേക്ക്, നല്ല സന്തോഷത്തിലേക്ക് വരുന്നതാണ്. സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ ഒരു സമയം. അതാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത്. വിജയം എന്ന് പറയുമ്പോൾ വിജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻകം ആയിരിക്കാം. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിജയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു തീർക്കുന്നത് പോലും നമ്മുടെ വിജയമാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സ്വയം കണക്റ്റഡ് ആയിട്ട് അബണ്ടൻസ് തീർച്ചയായിട്ടും കടന്നു വരുന്നതാണെന്നുള്ള സത്യം ഓർക്കുക കേട്ടോ. അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടോ മാത്രമല്ല ഞാൻ ഈ വിജയം എന്ന് പറയുന്നത്. വിജയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ തന്നെ വിജയമാണ്. നല്ല രീതിയിൽ ജീവിക്കുക, സന്തോഷകരമായിട്ട് ജീവിക്കുക, നമ്മുടെ കർമ്മങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുപോകുക, ഇതെല്ലാം ജീവിതത്തിൻ്റെ വിജയം തന്നെയാണെന്നുള്ള സത്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് എനർജി വരുന്നത്, നിങ്ങളിൽ പലരും ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് കണക്ട് ചെയ്ത് പോകാനുള്ള ഒരു ഡിവൈൻ ലവ്
കണക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഇതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ ആ ഒരു സ്നേഹം നിങ്ങളിൽ കൂടി ഒഴുകട്ടെ, ഓവർഫ്ലോ ചെയ്യട്ടെ. അതായത് ആദ്യം ഡിവൈൻ ലവ്, നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന സമയത്ത് നിങ്ങൾ അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കണക്ഷൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പം പാസ്റ്റ് പാറ്റേൺ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മുന്നോട്ടുള്ള ജീവിതം, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം പ്രസൻറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷേ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നല്ല പ്രതീക്ഷകളുണ്ടായിരിക്കാം. പാസ്റ്റ് നമുക്ക് ആവശ്യമില്ല. പാസ്റ്റിനെ പൂർണ്ണമായിട്ടും ഒരു ക്രോസ് മാർക്ക് ഇട്ടിട്ട് ഒഴിവാക്കിയേക്കുക എന്നുള്ള മെസ്സേജാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇന്ന നോളജ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടസ്സപ്പെടുത്തും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ജീവിതത്തിലേക്ക് വരുന്നൊരു കണക്ഷൻ ആയാലും അല്ലെങ്കിൽ ഏതൊരു കാര്യമായാലും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. നല്ല കാര്യങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പേടിക്കാതിരിക്കുക. ചില കാര്യങ്ങൾ, ചിലർക്ക് ജീവിതത്തിൽ ചില നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ വന്നു, അപ്പോൾ അത് ബ്രേക്കപ്പായി ഇനി ഒരു ബന്ധം വരുമ്പോൾ അത് പ്രശ്നമാകുമോ, ഇങ്ങനെയുള്ള ഭയങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫിയർ നിങ്ങൾക്ക് അതേ മാനിഫെസ്റ്റേഷൻ തന്നെ തരുമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കണക്ട് ചെയ്യുക, അവനവൻ്റെ ഇൻ നോളജുമായിട്ട് കണക്ട് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില നല്ല കാര്യങ്ങളെ. പക്ഷേ നിങ്ങളുടെ ഫിയർ മാനിഫെസ്റ്റേഷനെ ഇല്ലാതാക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിൽ സ്നേഹം, ഡിവൈൻ ലവ് നിറയ്ക്കുക, എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ആ ഒരു ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു 2 കൈ കൊണ്ടും ചേർത്ത് പിടിക്കുന്ന ഫീൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അതിനെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭഗവാന്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക. പിന്നെ എന്തിനാണ് ഈ ഭയം? ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു നിറഞ്ഞ ഭക്തിയിൽ, അല്ലെങ്കിൽ ആ ഒരു നിറഞ്ഞ സ്നേഹത്തിൽ നിങ്ങൾ ഭഗവാനെ സ്നേഹിക്കുക, ആരാധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങൾ, നല്ല വഴികൾ തുറന്ന് ലഭിക്കുന്നത് തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും. ഈ സമയത്തെ കൂടി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇതാണ് 3rd ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.